കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നവാമുകുന്ദൻ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെടുന്നു. ഭഗവാനോടൊപ്പം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇതിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തു എന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു. തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. ഇവിടുത്തെ നിളാതീരം ശ്രാദ്ധപൂജകൾക്ക് പ്രസിദ്ധിയാർജിച്ചതാണ്. പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള അനേകം വിശ്വാസികൾ നിളാതീരത്ത് എത്തിച്ചേരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നിങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കളുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കിയതിന്റെ സ്മരണയ്ക്കായി പണിതുയർത്തപ്പെട്ട ഗാന്ധി സ്മാരകം നവാമുകുന്ദ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അടയാളമെന്നോണം കാണാവുന്നതാണ്. ഇനി ബലിതർപ്പണവുമായുള്ള ഐതിഹ്യ കഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പണ്ട് ഈ സ്ഥലത്ത് ഒരു യാഗം നടത്താൻ ത്രിമൂർത്തികളും ദേവേന്ദ്രനും തീരുമാനിച്ചു. അതിനായി ശിവനും ബ്രഹ്മാവും നദിയുടെ തെക്കേക്കരയിലും വിഷ്ണുവും ദേവേന്ദ്രനും വടക്കേക്കരയിലും താമസിച്ചു. നിർഭാഗ്യവശാൽ ഇവരുടെ പത്നിമാർ പരസ്പരം ശപിച്ച് നദികളായി മാറി. ഇതോടെ യാഗം മുടങ്ങി. പിൽക്കാലത്ത് ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പാപം തീർക്കാൻ ഇവിടെ വന്ന പരശുരാമൻ തന്റെ നരഹത്യാ പാപം തീർക്കാനും മരിച്ച ആത്മാക്കൾക്ക് മോക്ഷം നൽകാനുമായി ഇവിടെ നിളാതീരത്ത് ബലിതർപ്പണം നടത്തി നവാമുകുന്ദനെ ദർശിച്ചുവെന്ന് ഐതിഹ്യം. തുടർന്ന് പരശുരാമൻ ഇവിടെയുള്ള ബ്രാഹ്മണർക്ക് ഉപാസിക്കുന്നതിനായി ത്രിമൂർത്തികൾക്ക് ക്ഷേത്രങ്ങൾ പണിതു. ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ പിതൃതർപ്പണവും ശ്രാദ്ധക്രിയകളും പിതൃക്കൾക്ക് മോക്ഷകാരണമാകും എന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ആളുകൾ ദിവസവും പിതൃതർപ്പണത്തിനായി തിരുനാവായ നിളാതീരത്തെത്തുന്നു. പരശുരാമൻ കർക്കടക വാവ് ദിവസം പുണ്യനിളയിൽ വ്രതശുദ്ധിയോടെ തർപ്പണം നടത്തുകയും ഗതി കിട്ടാതെ അലഞ്ഞ ആത്മാക്കൾക്ക് സായുജ്യമേകുകയും ചെയ്തുവത്രേ. അന്നു മുതലാണ് ഇവിടം ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ഏറെ പ്രസിദ്ധി നേടിയത് എന്നും വിശ്വസിക്കപ്പെടുന്നു.